ഹലോ കുട്ടികളെ, 5ാം ക്ലാസ്സിലെ 10ാമത്തെ ചാപ്റ്റർ റെക്ടാങ്കിൾ മാത്ത് 119ാമത്തെ പേജിലെ പ്രവൃത്തി പരിചയം ഇന്നത്തെ വീഡിയോയിലൂടെ കാണാം. കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ വിത്ത് ലെങ്ത് ഓഫ് സൈഡ്സ് എസ് ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന സൈഡുകളുള്ള റെക്ടാങ്കിളിന്റെ ഏരിയ ആണ് കാണേണ്ടത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് 6 സെന്റിമീറ്റേഴ്സ് ആൻഡ് 3 സെന്റിമീറ്റേഴ്സ്. ദ ഏരിയ ഓഫ് എ റെക്ടാങ്കിൾ ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ദ ലെങ്ത് ഓഫ് ഇറ്റ് സൈഡ്സ്. രണ്ട് സൈഡുകളുടെ പ്രോഡക്റ്റ് ആണ് ഏരിയ ആയിട്ട് വരുന്നത്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ 3 വരുന്നത്. അപ്പോൾ ഏരിയ ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു 3 ഈസ് ഈക്വൽ ടു 18 സ്ക്വയർ സെന്റിമീറ്റേഴ്സ്. ഏരിയ പറയുന്നത് സ്ക്വയർ സെന്റിമീറ്റേഴ്സിലാണ്, കാരണം ഇവിടെ സെന്റിമീറ്റേഴ്സിലാണ് അളവുകൾ തന്നിരിക്കുന്നത്. 12 സെന്റിമീറ്റേഴ്സ് ആൻഡ് 5 സെന്റിമീറ്റേഴ്സ്. ഏരിയ ഈക്വൽ ടു 12 ഇൻറ്റു 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 60 സ്ക്വയർ സെന്റിമീറ്റേഴ്സ്. മൂന്നാമത്തെ ചോദ്യമാണ് 10 സെന്റിമീറ്റേഴ്സ് ആണ് രണ്ട് സൈഡുകളിലും വരുന്നത്. അപ്പോൾ 10 ഇൻറ്റു 10 ഈസ് ഈക്വൽ ടു 100 സ്ക്വയർ സെന്റിമീറ്റേഴ്സ്. ഒരു സൈഡ് 8 വരുന്നത്, മറ്റൊരു സൈഡ് 5 വരുന്നത്. അപ്പോൾ 8 ഇൻറ്റു 5 ഈക്വൽ ടു 40 സ്ക്വയർ മീറ്റേഴ്സ്. മീറ്ററിലാണ് തന്നിരിക്കുന്നത്. 8 മീറ്റേഴ്സ് ആണുള്ളത്, 5 മീറ്റേഴ്സ്. അപ്പോൾ ഏരിയ പറയുമ്പോൾ 40 സ്ക്വയർ മീറ്റേഴ്സ് എന്ന് പറയാം. അടുത്തത് 11 ആണ്. 11 മീറ്റേഴ്സ് ആണ് ഒരു സൈഡ് തന്നിരിക്കുന്നത്, മറ്റൊരു സൈഡ് 7 മീറ്റേഴ്സ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ 11 ഇൻറ്റു 7 ഈക്വൽ ടു 77 സ്ക്വയർ മീറ്റേഴ്സ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഡ്രോ റെക്ടാങ്കിൾ ഓഫ് ഏരിയ ആൻഡ് പെരിമീറ്റർ ആസ് ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന ഏരിയയും പെരിമീറ്ററിനും അനുസരിച്ച് ഒരു റെക്ടാങ്കിൾ വരയ്ക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏരിയയാണ് തന്നിരിക്കുന്നത് 12 സ്ക്വയർ സെന്റിമീറ്റർ, പെരിമീറ്റർ തന്നിരിക്കുന്നത് 14 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഏരിയ എന്താണെന്ന് അറിയണം. ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇതൊരു റെക്ടാങ്കിൾ ആണെങ്കിൽ ഈ സൈഡ് നമുക്ക് ഹൈറ്റ് എന്ന് പറയാം, ഈ സൈഡ് എന്ത് പറയാം? ലെങ്ത് എന്ന് പറയാം. ഇത് രണ്ടും തമ്മിലുള്ള പ്രോഡക്റ്റ് ആണ് ഏരിയ എന്ന് പറയുന്നത്. ലെങ്ത് ഇൻറ്റു ഹൈറ്റ് ആണ് എന്ത് വരുന്നത്? ഏരിയ വരുന്നത്. അതാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ഏരിയ ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ഹൈറ്റ് ഈസ് ഈക്വൽ ടു 12 സ്ക്വയർ സെന്റിമീറ്റർ എന്ന് കിട്ടണം. 12 കിട്ടണമെങ്കിൽ ഏതൊക്കെ ഗുണിതങ്ങളാണ് വരുന്നത്? രണ്ട് സൈഡ് കൊണ്ട് ഗുണിച്ചാൽ, അതായത് 1 ഇൻറ്റു 12 വന്നു കഴിഞ്ഞാൽ 12 സെന്റിമീറ്റർ കിട്ടും. 6 ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാൽ 12 കിട്ടും. 4 ഇൻറ്റു 3 ചെയ്ത് കഴിഞ്ഞാലും 12 കിട്ടും. ഇതിൽ ഏതെങ്കിലും ഒരു കോമ്പിനേഷൻ ആയിരിക്കണം ഇവിടെ വരേണ്ടത്. ഏത് കോമ്പിനേഷൻ ആണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി അടുത്തത് എടുത്തു നോക്കേണ്ടത് എന്താണ്? പെരിമീറ്റർ ആണ്. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ലെങ്ത് പ്ലസ് ഹൈറ്റ് ഇൻറ്റു 2 ആണ്. അത് എത്രയാണ് കിട്ടേണ്ടത്? 14 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഇതിൽ ഏത് കോമ്പിനേഷൻ എടുക്കാം? 6 ഇൻറ്റു 2 എടുത്ത് നോക്കിയാലോ? അപ്പോൾ 6 പ്ലസ് 2 എത്രയാണ്? 8. 8 ഇൻറ്റു 2 16 ആണ് വരുന്നത്. 1 ഇൻറ്റു 12 എടുത്ത് നോക്കിയാലോ? ഇവിടെ 1 വരുന്നത്, ഇവിടെ 12 ആണ്. അപ്പോൾ 12 പ്ലസ് 1 13. 13 ഇൻറ്റു 2 ആണ് വരുന്നത്. അതും ശരിയാവാനുള്ള ചാൻസ് ഇല്ല, ലാസ്റ്റിലത്തായിരിക്കും ശരി. ഇവിടെ ഒന്ന് ചെയ്ത് നോക്കാം. ലെങ്ത് 4 കൊടുക്കാം, പ്ലസ് ഹൈറ്റ് 3 കൊടുക്കാം, ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു 14 സെന്റിമീറ്റർ ആണ് കിട്ടേണ്ടത്. 4 പ്ലസ് 3 എന്താണ്? 7 ആണ്. 7 ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു 14 സെന്റിമീറ്റർ. ശരിയല്ലേ? ലെങ്ത് 4 സെന്റിമീറ്റർ എന്ന് കിട്ടി, ഹൈറ്റ് 3 സെന്റിമീറ്റർ എന്ന് കിട്ടി. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഒരു റെക്ടാങ്കിൾ ആണ് വരയ്ക്കേണ്ടത്. ഏകദേശം ഞാനിവിടെ വരയ്ക്കുകയാണ്. ഹൈറ്റ് ഒരു 3 സെന്റിമീറ്റർ. അപ്പോൾ അതിനേക്കാൾ കുറച്ച് കൂടുതൽ വരണം എന്ത്? ലെങ്ത്. അപ്പോൾ 4 സെന്റിമീറ്റർ. ഇവിടെ എഴുതി വയ്ക്കാം 3 സെന്റിമീറ്റർ ആൻഡ് 4 സെന്റിമീറ്റർ. മനസ്സിലായില്ലേ? അടുത്ത പ്രോബ്ലം ചെയ്യാം. രണ്ടാമത്തെ ചോദ്യത്തിൽ വരുന്നത് 12 സ്ക്വയർ സെന്റിമീറ്റേഴ്സ് ആൻഡ് 16 സെന്റിമീറ്റേഴ്സ് എന്നാണ്. ഇവിടെയും 12ന്റെ കോമ്പിനേഷൻ ആണ് വരുന്നത്. 1 ഇൻറ്റു 12 ഈക്വൽ ടു 12. ഏരിയ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. 2 ഇൻറ്റു 6 ഈസ് ഈക്വൽ ടു 12. 4 ഇൻറ്റു 3 ചെയ്തപ്പോൾ കോമ്പിനേഷൻ വേറെയായിരുന്നു അല്ലേ? അപ്പോൾ ഇവിടെ രണ്ടാമത്തെ കോമ്പിനേഷൻ ഇതായിരിക്കും വരാനുള്ള ചാൻസ്. 2 ഇൻറ്റു 6 12. അപ്പോൾ പെരിമീറ്റർ കണ്ടു നോക്കാം. ലെങ്ത് 6 സെന്റിമീറ്റർ കൊടുക്കാം, ഹൈറ്റ് 2 സെന്റിമീറ്റർ കൊടുക്കാം, ഇൻറ്റു 2 ഈക്വൽ ടു 16 സെന്റിമീറ്റർ ആണ് കിട്ടേണ്ടത്. 6 പ്ലസ് 2 8 ഇൻറ്റു 2 16 സെന്റിമീറ്റർ എന്ന് കിട്ടി. ലെങ്ത് ഈസ് ഈക്വൽ ടു 6 സെന്റിമീറ്റർ ആൻഡ് ഹൈറ്റ് ഈസ് ഈക്വൽ ടു 2 സെന്റിമീറ്റർ. ഒരു റെക്ടാങ്കിൾ വരയ്ക്കാം. ഹൈറ്റ് ഒരു 2 സെന്റിമീറ്റർ, ലെങ്ത് ഒരു 6 സെന്റിമീറ്റർ. ഓക്കെ, അളവുകൾ കൊടുക്കാം. 2 സെന്റിമീറ്റർ ആൻഡ് 6 സെന്റിമീറ്റർ. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഇവിടെയും 12 സ്ക്വയർ സെന്റിമീറ്റേഴ്സ് ആണ് ഏരിയ തന്നിരിക്കുന്നത്. പെരിമീറ്റർ തന്നിരിക്കുന്നത് 26 സെന്റിമീറ്റേഴ്സ് ആണ്. വരാൻ ചാൻസ് ഉള്ളത്, നമ്മൾ രണ്ട് കോമ്പിനേഷൻ ഓൾറെഡി ഉപയോഗിച്ച് കഴിഞ്ഞു. അവസാനത്തെ ഒരു കോമ്പിനേഷൻ വരുന്നുണ്ട്. എന്താണ്? 1 ഇൻറ്റു 12 ഈസ് ഈക്വൽ ടു 12. ഈ കോമ്പിനേഷൻ ആയിരിക്കും ഇവിടെ ശരിയായിട്ട് വരുന്നത്. നമുക്ക് പെരിമീറ്ററിൽ ഒന്ന് ചെയ്തു നോക്കാം. ലെങ്ത് 12 പ്ലസ് ഹൈറ്റ് 1 ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു 26 സെന്റിമീറ്റർ. 12 പ്ലസ് 1 13. 13 ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു 26 സെന്റിമീറ്റർ.
അപ്പോൾ ലെങ്ത് ഈസ് ഈക്വൽ ടു 12 സെൻറ്റിമീറ്റർ എന്ന് എടുക്കാം. ഹൈറ്റ് ഈസ് ഈക്വൽ ടു 1 സെൻറ്റിമീറ്റർ എന്ന് എടുക്കാം. ഹൈറ്റ് ഒരു 1 സെൻറ്റിമീറ്റർ, ലെങ്ത് ഒരു 12 സെൻറ്റിമീറ്റർ. ഇത് വളരെ കറക്റ്റ് ഒന്നല്ല. അതിനുശേഷം ഇവിടെ അളവുകൾ എഴുതാം. 1 സെൻറ്റിമീറ്റർ ആൻഡ് 12 സെൻറ്റിമീറ്റർ. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. 5 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ് ആണ് ഏരിയ തന്നിരിക്കുന്നത്. പെരിമീറ്റർ തന്നിരിക്കുന്നത് 12 സെൻറ്റിമീറ്റേഴ്സ് ആണ്. അപ്പോൾ 5ന്റെ ഗുണിതങ്ങളിൽ വരുന്ന ഏതാണ്? 1 ഇൻറ്റു 5 എന്ന ഒരു കോമ്പിനേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ലെങ്ത് ഈസ് ഈക്വൽ ടു 5 ആയിരിക്കണം, ഹൈറ്റ് ഈസ് ഈക്വൽ ടു 1 ആയിരിക്കണം. ചെയ്ത് നോക്കേണ്ട ആവശ്യം വരുന്നില്ല, എങ്കിലും ചെയ്ത് നോക്കാം. ലെങ്ത് 5 കൊടുക്കാം. 5 പ്ലസ് 1 ഇൻറ്റു 2 12 ആണ് കിട്ടേണ്ടത്. 5 പ്ലസ് 1 എത്രയാണ്? 6. 6 ഇൻറ്റു 2 12. ഓക്കെ, ഇങ്ങനെ വരയ്ക്കാം. ഇവിടെ 1 സെൻറ്റിമീറ്റർ, താഴെ വരുന്നത് 5 സെൻറ്റിമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഏരിയ തന്നിരിക്കുന്നത് 8 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ് ആണ്. പെരിമീറ്റർ തന്നിരിക്കുന്നത് 12 സെൻറ്റിമീറ്റേഴ്സ് ആണ്. അപ്പോൾ 8 വരാൻ ചാൻസ് ഉള്ളത് എന്തൊക്കെയാണ്? 1 ഇൻറ്റു 8 വരാം, 2 ഇൻറ്റു 4 വരാം. അത് ശരിയല്ലേ? 1 ഇൻറ്റു 8 ഇവിടെ ശരിയാവാൻ ചാൻസ് ഉണ്ടോ? 1 പ്ലസ് 8 9 ആണ്. 9 ഇൻറ്റു 2 വരുന്നത് 12 സെൻറ്റിമീറ്റർ ആണോ? അല്ല. രണ്ടാമത്തെ കോമ്പിനേഷനാണ് ശരിയാവുക. 4 പ്ലസ് 2 ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു 12 സെൻറ്റിമീറ്റർ ആണ് കിട്ടേണ്ടത്. 4 പ്ലസ് 2 6 ആണ്. 6 ഇൻറ്റു 2 12 സെൻറ്റിമീറ്റർ കിട്ടി. ശരിയല്ലേ? ലെങ്ത് 4 സെൻറ്റിമീറ്റർ ആൻഡ് ഹൈറ്റ് ഈക്വൽ ടു 2 സെൻറ്റിമീറ്റർ. 2 മീറ്റർ ഹൈറ്റ് ആൻഡ് 4 മീറ്റർ ലെങ്ത്. 2 സെൻറ്റിമീറ്റർ, ഇവിടെ 4 സെൻറ്റിമീറ്റർ. ഓക്കെ കുട്ടികളെ, അവസാനത്തെ ചോദ്യമാണ്. ഏരിയ തന്നിരിക്കുന്നത് 9 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ് ആണ്. പെരിമീറ്റർ 12 സെൻറ്റിമീറ്റേഴ്സ്. 9ന്റെ കോമ്പിനേഷനാണ് കാണേണ്ടത്. 9ന്റെ കോമ്പിനേഷൻ 1 ഇൻറ്റു 9 വരാം, പിന്നീട് 3 ഇൻറ്റു 3 വരാം. 1 ഇൻറ്റു 9 ഇവിടെ ശരിയാകുമോ എന്ന് നോക്കാം. 1 പ്ലസ് 9 10 ആണ്. 10 ഇൻറ്റു 2 എന്താണ്? 20 ആണ് വരുന്നത്. അതുകൊണ്ട് ശരിയാവില്ല. ഇവിടെ 12 സെൻറ്റിമീറ്റേഴ്സ് ആണ് പെരിമീറ്റർ വരുന്നത്. അപ്പോൾ 3 ഇൻറ്റു 3 ആണ് ശരിയാവുന്നത്. 3 പ്ലസ് 3 ഇൻറ്റു 2 എന്ത് കിട്ടണം? 12 സെൻറ്റിമീറ്റർ എന്ന് കിട്ടണം. അതാണ് പെരിമീറ്റർ. 3 പ്ലസ് 3 6 ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു 12 സെൻറ്റിമീറ്റർ. ഇവിടെ ലെങ്ത് ആൻഡ് ഹൈറ്റ് എന്താണ്? സെയിം ആണ്. എത്രയാണ്? 3 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ വരയ്ക്കേണ്ടത് റെക്റ്റാങ്കിൾ അല്ല, ഒരു സ്ക്വയർ ആണ്. ഓക്കെ, സൈഡുകളുടെ അളവുകൾ കൊടുക്കാം. 3 സെൻറ്റിമീറ്റർ ആൻഡ് 3 സെൻറ്റിമീറ്റർ.